ഏതൊരു കാര്യം നേടണമെങ്കിൽ ആദ്യം വേണ്ടത് ആത്മവിശ്വാസമാണ്, കോൺഫിഡൻസാണ്. ഇന്ന് നമ്മൾ കുട്ടികളെ കൗൺസിൽ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന വലിയൊരു ഫാക്ടർ, പല കുട്ടികളും ഫേസ് ചെയ്യുന്ന ത്രെറ്റ് അല്ലെങ്കിൽ പ്രശ്നം കോൺഫിഡൻസ് ഇഷ്യൂസാണ് അല്ലേ. ഒരുപാട് വർഷങ്ങൾ അധ്യാപനം നടത്തിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും, ഈ കുട്ടികളുടെ കോൺഫിഡൻസ് നശിപ്പിക്കുന്നതിൽ രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. മുളയിലെ നുള്ളിക്കളയുന്നത് അധ്യാപകരും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്, രക്ഷിതാക്കളും വഹിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കും, നിഷ്കളങ്കരായ കുട്ടികൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ. ഒന്നിനെയും പേടിക്കാതെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. എന്നാൽ നിപ്പ് ഇൻ ദി ബെഡ്, മുളയിലെ നുള്ളിക്കളയുന്ന ഒരു ശീലം ഉണ്ടാക്കിയത് രക്ഷിതാക്കളല്ലേ. ഒരു കാര്യം, ഇപ്പോൾ ഒരു നല്ല മരം കയറാൻ വേണ്ടി നല്ല ഉത്സാഹത്തോടു കൂടി കുട്ടി വരുമ്പോൾ കുട്ടിയെ പേടിപ്പിക്കുക, നമ്മൾ ഇജ് വീണു പോവും, നെഗറ്റീവ് സ്ട്രോക്കാണ് കൊടുക്കുന്നത്. സത്യത്തിൽ മരം പിടിച്ച് നീ കയറണം എന്നുള്ള പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുന്നതിന് ബദൽ പേടിപ്പിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി കുട്ടിയുടെ കോൺഫിഡൻസ് മിസ്സാവുന്നു, തവക്കുൽ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ സംസാരം നമ്മൾ നടത്തുന്നത്. ഇതേ സംസാരം തന്നെയാണ് ഉമ്മ ആവർത്തിച്ച് നൽകുന്നത്. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി സ്വയം സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോൾ അത് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നു. സത്യത്തിൽ ഉമ്മ അത് ഡീമോട്ടിവേറ്റ് ചെയ്യല്ല, ഈ കുട്ടിക്ക് എന്തോ സംഭവിച്ചു പോകുമോ എന്നുള്ള ആദിയാണ് ഉമ്മയെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ ബൈ റിസൾട്ട് എന്താണ്? നല്ല കാര്യങ്ങൾക്ക് കുട്ടി ഉദ്ദേശിച്ച് അഡ്വഞ്ചറസായ ഒരു കാര്യത്തിലേക്ക് നീങ്ങുമ്പോൾ, കുട്ടിയുടെ സ്കില്ല് ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനുള്ള പ്രോത്സാഹനങ്ങൾ നൽകുന്നതിന് ബദൽ രക്ഷിതാവ് മുളയിലെ നുള്ളിക്കളയുന്നു. ഇത് ആവർത്തിക്കപ്പെടുന്നതോടുകൂടി കുട്ടി പിന്നെ തീരുമാനിക്കുകയാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും മുന്നൊരുക്കം നടത്തേണ്ടതില്ല, തയ്യാറെടുക്കേണ്ടതില്ല. തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പ്രോത്സാഹനം കിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലതെന്താണ്? അലസത പ്രഖ്യാപിക്കുക അല്ലേ. ഇതല്ല സത്യത്തിൽ സംഭവിക്കുന്നത്.